കൊടും ചൂടിൽ നാടും നഗരവും പൊറുതിമുട്ടുകയാണ്. അതേ ചൂട് തുണച്ചപ്പോൾ കിണവക്കൽ ജുമാ മസ്ജിദിന്റെ മുറ്റത്തെ ഈന്തപ്പന നിറയെ കായ്ച്ചു. മണലാരണ്യത്തിന്റെ സ്വന്തമായിരുന്ന ഈന്തപ്പഴം കുലകുത്തി നിൽക്കുന്ന കാഴ്ച ഏവരുടെയും കണ്ണിനും മനസ്സിനും കുളിരേകുന്നതാണ്. പള്ളി നവീകരണം നടത്തുന്ന വേളയിൽ 3 വർഷം മുമ്പാണ് പള്ളിമുറ്റത്ത് 2 ഈന്തപ്പന തൈകൾ നട്ടുപിടിപ്പിച്ചത്. രാജസ്ഥാനിൽ നിന്നാണ് തൈകൾ എത്തിച്ചത്. ഇതേക്കുറിച്ച് പള്ളി കമ്മിറ്റി സെക്രട്ടറി TP ഇബ്രാഹിം. പള്ളിയുടെ റിനോവേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഈത്തപ്പഴം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ചൂട്, നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലുള്ളതുപോലെയുള്ള ചൂട് കാരണമാണ് ഈ കൊലച്ചത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി തന്നെ ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടെ ദിവസവും പരിപാലിക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഈത്തപ്പഴം ഇത്ര രീതി നല്ല നിലയിൽ കൊലച്ചത്. അപ്പോൾ ഇത് പരിപാലിക്കാനുള്ള കൃത്യമായി പരിപാലിക്കണം, അന്ന് മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ. ഒരു കുഞ്ഞ്, നമ്മൾ ജനിച്ച ഒരു കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ പരിപാലിക്കണം. അതുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിന്റെ പരിപാലനത്തെക്കുറിച്ച് പള്ളി കമ്മിറ്റി അംഗം M വഹാബ്. 2 തൈയാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ആൺവർഗത്തിൽപ്പെട്ടതാണ്, മറ്റേത് പെൺവർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ പെൺവർഗത്തിൽ മാത്രമാണെങ്കിൽ ഇങ്ങനെ കായ്ക്കില്ല. ഇത് കായ്ക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് പരാഗണം നടത്തിയിട്ടാണ്. അപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളമായി ചെറുങ്ങനെ കൊല വരും, പക്ഷെ അതങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്. ഇപ്രാവശ്യത്തെ കഠിനമായ ചൂട് കൊണ്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും നല്ല രീതിയിൽ തന്നെ അത് കൊലച്ച കാണുമ്പോൾ ഭയങ്കര സംതൃപ്തിയുണ്ട്. കാരണം ഇതിന് വേണ്ടിയിട്ട് രാവിലെ എപ്പോഴും എന്ത് പണിയുണ്ടെങ്കിലും ഇതിനൊരു അരമണിക്കൂർ ചിലവാക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അത് ജോലിക്കെല്ലാം ഏർപ്പെടും. എല്ലാ ദിവസവും വെള്ളം വേണം. ചില ആൾക്ക് ധാരണ ഉണ്ട് ഇത് മരുഭൂമിയിൽ വളരുന്നതല്ലേ, അപ്പോൾ ഇതിന് വെള്ളം വേണ്ട എന്നുള്ളത്. വെള്ളം കൃത്യമായിട്ട് 2 ബക്കറ്റ് വെള്ളം 2നും വേണം, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വളരൂ. സാധാരണ നമ്മൾ തെങ്ങിന് അതുപോലെ തന്നെ വാഴക്കെല്ലാം ഇടുമ്പോഴത്തെ വളങ്ങൾ മാത്രമേ വേണ്ടൂ. ജൈവവളം ഞാൻ തന്നെ കമ്പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈ ചാണകം, അതുപോലെ തന്നെ എല്ലുപൊടി, ഇങ്ങനത്തെ അതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന വളങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രമ്മിൽ വെച്ചതിന് ശേഷം ഒരാഴ്ച നമ്മളത് ഇളക്കി കൊടുത്ത് അത് എന്നതിന് ശേഷം നമ്മളതിൽ വെള്ളമൊഴിച്ച് അതിൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടയിൽ 7 പാട്ട വെള്ളം എന്നുള്ള നിലക്ക് അത് മിക്സാക്കിയതിന് ശേഷം ഇത് ഏതാണ്ട് എന്ന് പറഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ ഇതിന് ഒഴിച്ചു കൊടുക്കും. കൂടാതെ എന്ന് പറഞ്ഞാൽ കീടങ്ങൾ വരുന്നതിന് മേലേന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഇവിടെ ആൾ വരുന്നുണ്ട്. ഈന്തപ്പന കായ്ച്ചു കഴിഞ്ഞാൽ 6 മാസത്തോളം എടുക്കും പൂർണ്ണമായി പാകമാവാൻ. ഗൾഫ് നാടുകളിൽ കഠിനമായ ചൂടുള്ള ആഗസ്റ്റ് മാസത്തിലാണ് ഈന്തപ്പഴം കായ്ക്കുന്നത്. എന്നാൽ ഇവിടെ ആ സമയത്ത് ശക്തമായ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവ പൂർണ്ണതോതിൽ പഴുത്ത് പാകമാവുമോ എന്ന ആശങ്കയിലാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ജൂൺ ആവുമ്പോൾ തന്നെ മഴ പെയ്യും. അതുകൊണ്ട് ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം ഗൾഫിലെല്ലാം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റിലാണ് ഇത് പഴുത്ത് വീഴുക. നല്ല കഠിനമായ ചൂടായിരിക്കും ആ സമയത്ത്. ഇവിടെ ആഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ നല്ല കുറുമ്പടം പെയ്യുന്ന മഴയായിരിക്കും. അപ്പോൾ ആ മഴയത്ത് ഇതെന്താവും എന്നുള്ളൊരു ആശങ്ക ഇതിലുണ്ട്. അതെ, കാരണം വെച്ചാൽ ഇതുവരെ പിന്നെ നമ്മളെ ചൂട് ആലോചിക്കും വിചാരിക്കുന്നത് ഒന്ന് പെട്ടെന്ന് മഴ പെയ്താൽ മതിയായിരുന്നു. പക്ഷേങ്കിൽ ഇത് കാണും വിചാരിക്കുന്നു മഴ ഒരു 2 മാസം കൂടി പിന്നോട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണാലോ എന്നല്ല. കാരണം ഒരുപാട് യാത്രക്കാരെല്ലാം വന്നിട്ട് ഇത് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാന്ന് വളരുന്നതെന്നല്ലോ. അതെ, ഫോട്ടോ എടുത്തിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ വീഡിയോ സ്റ്റാറ്റസ് എല്ലാം വെക്കുന്ന ആയിട്ട് കാണുന്നുണ്ട്. പള്ളിയിൽ നിസ്കാരത്തിനായി എത്തുന്നവർക്ക് കത്തുന്ന വെയിലിൽ ഒരു ആശ്വാസമായി ഈന്തപ്പനകൾ തണലേകുകയും ചെയ്യുന്നുണ്ടെന്നും പള്ളി കമ്മിറ്റി രക്ഷാധികാരി UV മൂസ ഹാജി പറഞ്ഞു. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന വിശ്വാസികൾക്ക് ഒരു തണലും ഒരു കണ്ണിന് കുളിർമയും കൂടിയാണ് ഈ ഈത്തപ്പ മരം. അത് ജനങ്ങളിൽ വളരെയധികം നമസ്കരിക്കാൻ വരുന്നവർക്കൊക്കെ വളരെ സന്തോഷവും സംതൃപ്തിയുണ്ട്. ഇത് കണ്ണിനും മനസ്സിനൊക്കെ വളരെ റാഹത്തായിട്ട്
പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് കണവക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഈ റിനോവേഷൻ സമയത്തും പ്രസിഡന്റ് ഞാനായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് ഈ തൈ നട്ടതും പ്രാർത്ഥിച്ചതൊക്കെ. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിലാണ്. കണവക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന നമസ്കരിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ വളരെ സംതൃപ്തിയുണ്ട് ഈ കാര്യത്തിൽ. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പഴുത്ത് പൂർണ്ണമായിട്ട് കാണണമെന്നുള്ള ആഗ്രഹം ജനങ്ങൾക്കും വിശ്വാസികൾക്കും ഒക്കെ ഉണ്ട്. അത് മഴ ആസന്നമായി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വലിയൊരു അസംതൃപ്തി ഉണ്ട് എന്ന് തോന്നുന്നു. ഈന്തപ്പഴം കായ്ച്ചു നിൽക്കുന്നത് കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.